ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. വാക്കൻസി ബേസ്ഡ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ കയറുന്ന സമയത്ത് വാക്കൻസി ബേസ്ഡ് ലിസ്റ്റ് പബ്ലിഷ് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ലിസ്റ്റ് നോക്കാവുന്നതാണ്. നമ്മുടെ നെയിം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ ഏത് പ്രിഫറൻസിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ പാർട്ട് എ ഫസ്റ്റ് പ്രിഫറൻസും പാർട്ട് ബി എന്ന് പറയുന്നത് സെക്കൻഡ് പ്രിഫറൻസുമാണ്. അങ്ങനെയാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഓരോ പോസ്റ്റിനും. അവർ സൈറ്റിൽ പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ ജില്ല, ബ്രാഞ്ച്, പൊസിഷൻ, ഹോൾ ടിക്കറ്റ് നമ്പർ, പേര്, മാർക്ക് എന്നിവ അടങ്ങിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അന്യസംസ്ഥാന ഉദ്യോഗാർത്ഥികളെ പൂർണ്ണമായും ഒഴിവാക്കിയ ലിസ്റ്റാണിത്. ഇവർ തന്നെയാണ് പരീക്ഷ എഴുതിയത് എന്ന് ബോധ്യപ്പെടുത്തുന്നവരെ പരിഗണിക്കുന്നതാണ്. ഇത്തരത്തിലുള്ളവർക്ക് 5/4/2024 വരെ അതിന് അവസരം നൽകുന്നതാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തവരുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റിൻ്റെ മാർക്കാണ് ഈ ലിസ്റ്റിൽ പരിഗണിച്ചിരിക്കുന്നത്. ബ്രാഞ്ചുകൾ തുടങ്ങുന്ന മുറയ്ക്ക് ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതാണ് എന്നും അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റിൽ അതാണ് ആ പ്രിഫറൻസ് പറയുന്ന ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഓരോരുത്തരെയും അവർ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നുണ്ടാവുക. പരീക്ഷ എഴുതി പാസ്സായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിന് എത്തുമ്പോൾ പരീക്ഷ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പരീക്ഷ എഴുതി പാസ്സായ ആളുകൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ ഹാജരാക്കേണ്ടതാണ്. പൂർണ്ണമായും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ അപേക്ഷകരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ചില ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ ഫോം പൂരിപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യാത്തതിനാൽ ആയത് പരിഗണിച്ചിട്ടില്ല. മറ്റ് ചില ഉദ്യോഗാർത്ഥികൾ ലഭിച്ച മാർക്ക് തെറ്റായും തെരഞ്ഞെടുത്ത ബ്രാഞ്ച് നിലവിലില്ലാത്തതും ജില്ലയുടെ സ്ഥാനത്ത് മറ്റു പേരുകൾ പൂരിപ്പിച്ച അപേക്ഷകരുടെയും ഹോൾ ടിക്കറ്റ് നമ്പർ തെറ്റായി സൂചിപ്പിച്ചിട്ടുള്ള അപേക്ഷകളും പരിഗണിച്ചിട്ടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. അതായത് കൺഫർമേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാത്ത ആളുകൾ, അതുപോലെ മാർക്ക് തെറ്റായി കൊടുത്തിട്ടുള്ളവർ, ബ്രാഞ്ച് തിരഞ്ഞെടുത്തത് നിലവിലില്ലാത്ത ബ്രാഞ്ച്, അതുപോലെ ജില്ലകൾ പൂരിപ്പിച്ചതിലുള്ള മിസ്റ്റേക്കുകൾ, ഹോൾ ടിക്കറ്റ് നമ്പർ തെറ്റായി സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും അപേക്ഷകൾ പരിഗണിച്ചിട്ടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ പറയുന്നത് പരസ്യപ്പെടുത്തിയിട്ടുള്ള പൊസിഷൻ, അതായത് ഇപ്പം വന്നിട്ടുള്ള ലിസ്റ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും കാരണവശാൽ മാർക്ക് കൂടിയവർ പൊസിഷനിൽ താഴെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ മുകളിലെ പൊസിഷനിലേക്ക് മാറ്റുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കിപ്പോൾ മാർക്ക് കൂടുതലാണ്, പക്ഷെ നിങ്ങൾ താഴെയാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെ മുകളിലെ പൊസിഷനിലേക്ക് മാറ്റുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ പല ബ്രാഞ്ചുകളിലും ഗ്രാമസേവകരുടെ ഒഴിവുകൾക്ക് അപേക്ഷകൾ കുറവാണ്. ആയതിനാൽ നിലവിൽ മറ്റ് കാറ്റഗറിയിൽ ലിസ്റ്റിലുള്ളവർക്ക് ഗ്രാമസേവകർ കാറ്റഗറിയിലേക്ക് മാറാൻ അവസരമുണ്ട്. അതായത് പല ബ്രാഞ്ചുകളിലും ഇപ്പോഴും ഗ്രാമസേവകരുടെ ഒഴിവുകൾക്ക് അപേക്ഷ കുറവായതുകൊണ്ട് തന്നെ വേറെ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഗ്രാമസേവകർ കാറ്റഗറിയിലേക്ക് മാറാനായിട്ട് അവരൊരു അവസരം തന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, ഒരു ഓൺലൈൻ ഫോം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അവിടെ താഴെ തന്നെ തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ ഫോർ അപ്ലിക്കേഷൻ എന്ന് നമ്മുടെ സൈറ്റിൽ കാണുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ നിങ്ങൾ വേറൊരു കാറ്റഗറിയാണ്, നിങ്ങൾക്ക് ഗ്രാമസേവകർ കാറ്റഗറിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക.